മലപ്പുറത്ത് വികസനം വരണമെന്നും മാറ്റം അനിവാര്യമെന്നും LDF സ്ഥാനാർത്ഥി KT മുജീബ്. മലപ്പുറം ബാലികേറാമലയല്ലെന്നും KT മുജീബ് 24-നോട് പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും അമൃത പടിക്കാലും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിലാണ്. അവിടെ മലപ്പുറം എന്നുള്ളത് നമുക്കറിയാം ലീഗിന്റെ ഉറച്ച കോട്ടയാണ്, പൊന്നാപുരം കോട്ടയാണ്. ഇക്കുറി PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ എതിരിടുന്നത് KT മുജീബ് NCP സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ മലപ്പുറം മാറണം എന്നതാണ് അല്ലെ? LDF തുടരണം, മലപ്പുറം മാറണം. എളുപ്പമാണോ? അതെ, അതാണ് നമ്മുടെ സ്ലോഗൻ. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ 2006 ഇവിടെ ഒരു ആവർത്തിക്കാനുള്ള ഒരു സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ആളുകൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണല്ലോ. അപ്പോൾ മലപ്പുറത്തുകാർക്കും ഒരു മാറ്റം സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. പക്ഷേ ലീഗ് മാത്രം ജയിക്കുന്ന മണ്ഡലമാണ് ഇത്രയും കാലമായിട്ട്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോയാൽ മണ്ഡലം പിടിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്? അല്ല, ലീഗ് മാത്രം ജയിച്ചിരുന്ന പല മണ്ഡലങ്ങളും ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികളും മന്ത്രികളൊക്കെയാണല്ലോ ഇപ്പോൾ അവിടെ MLA ആയിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ബാലികേറാമലയല്ല മലപ്പുറം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി മത്സരം കടുക്കുവോ? അങ്ങനൊന്നും ഞാൻ കരുതുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി XOY എന്നുള്ളതല്ലൊരു വിഷയം. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. എന്താണ് ഈ മലപ്പുറം മാറണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ലീഗ് തന്നെയാണ് മലപ്പുറത്തിന്. ലീഗും മലപ്പുറവും തമ്മിൽ നമുക്ക് വേറിട്ട് നിർത്താൻ കഴിയില്ല. അപ്പോൾ അവിടെ മാറ്റം വരേണ്ടത് എവിടെയാണ് മലപ്പുറത്തിന്? അതായത് നമുക്ക് മലപ്പുറത്തുള്ള ഇവിടുത്തെ 2-3 ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിങ്ങൾ ജസ്റ്റ് പോകുമ്പോഴൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ അറിയാം മറ്റുള്ള സ്ഥലങ്ങളും മലപ്പുറം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എല്ലാ കാര്യത്തിനും നല്ലൊരു സ്റ്റേഡിയമോ മറ്റൊരു കാര്യങ്ങളും ഇല്ല. 10-40 വർഷമായിട്ട് മലപ്പുറം കേരളം മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് മലപ്പുറം മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉണ്ട്, ആ മനസ്സിലുണ്ട്. ആ അമർഷം ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ വോട്ടായി മാറുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് മാറ്റാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം ഉണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും അതും ഇത് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഗ്രൗണ്ട് തലത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ വികസനം തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് മലപ്പുറത്തിന് വേണ്ടി എന്തൊക്കെ ഉറപ്പുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരിക. അതിലൂടെ മിനിമം ഒരാൾക്ക് ഒരു ശരാശരി ഒരു 50,000 അല്ലെങ്കിൽ ഒരു മിനിമം നമുക്ക് ഒരാൾക്ക് ഒരു മാസം ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു പഞ്ചായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1500 പേർക്കെങ്കിലും സ്വയം ഒരു തൊഴിൽ കിട്ടുന്ന, ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത എല്ലാ ഗവൺമെൻറ്റുകൾക്ക് ലോകത്തിലെ എല്ലാവർക്കും ജോലി എടുക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധികൾ മുൻകൈ എടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളും ഓരോ പഞ്ചായത്തുകളിലും വ്യവസായ സംരംഭങ്ങൾ കൊടുന്ന് മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 15,000-20,000 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സന്ദർഭം ഒരു മേഖല സൃഷ്ടിക്കുക. അതിലൂടെ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ഒരു നിശ്ചിത ശതമാനം നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്ലാനുകളുണ്ട് നമ്മൾ. അതാണപ്പോൾ വികസനം എന്നുള്ളതാണ്. മലപ്പുറം മാറേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒരു വികസനം വരേണ്ട ഇടം തന്നെയാണ് മലപ്പുറം. ഇക്കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലേക്കാകും മലപ്പുറത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് എന്ന ആത്മവിശ്വാസത്തിലാണ് ശ്രീ KT മുജീബ്. അദ്ദേഹത്തിന്റെ പ്രചാരണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.